ശരിക്കും വിജയ് ഇങ്ങനെ പോയാൽ ഇനി തമിഴ്നാടിന് വേറെ മുഖ്യമന്ത്രിയെ തേടണ്ട ഇനിയുള്ള വർഷങ്ങളിൽ എന്ന് വേണം കരുതാൻ. 1,00,00,000 രൂപയുടെ നിക്ഷേപം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് വലിയ കാര്യം തന്നെയാണ്. ജനങ്ങളിലേക്ക് അവരുടെ സേവനം എത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. മറ്റൊന്ന്, ആ സേവനം എത്തിയില്ലെങ്കിൽ ഈ MLA-മാരോട് കൃത്യമായി കണക്ക് ചോദിക്കാനും മുഖ്യമന്ത്രിക്ക് കഴിയും എന്നുള്ളതാണ്. ആരോഗ്യ മേഖല, കാർഷിക മേഖല, വിദ്യാഭ്യാസ രംഗം, അതായത് ഒരു മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും വിജയ് അവിടെ ഒരുക്കുകയാണ്. 100 ദിവസം കൊണ്ട് വിജയുടെ ഒരു അച്ചീവ്മെന്റ് ഇങ്ങനെ അത് തുടർന്ന് പോവുകയാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചത് ഒരു ദിവസം 20 മണിക്കൂറൊക്കെ വിജയ് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. ഫിജി, തമിഴ്നാട് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു നായകൻ പൊടുന്നനെ മുഖ്യമന്ത്രിയാവുന്നു. മുഖ്യമന്ത്രി ആയതിനു ശേഷം ദക്ഷിണേന്ത്യയിലെന്നല്ല രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം ഭരണ നിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് എവിടെയൊക്കെയാണോ ക്ഷേമ പ്രവർത്തനങ്ങൾ ആവശ്യമുള്ളത് വാരിക്കോരി കൊടുക്കുകയാണ്. അതുപോലെ ഇപ്പോൾ MLA-മാർക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങൾ കൊടുക്കുന്നു എന്ന് വാർത്ത വരുന്നു. അതുപോലെ തന്നെ അവരുടെ അലവൻസ് കൂട്ടുന്നു. അതായത് ജനങ്ങളിലേക്ക് ക്ഷേമം എത്തിക്കാൻ ജനപ്രതിനിധികൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നൽകുകയാണ്. ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് നോക്കുക, എല്ലാ MLA-മാർക്കും സർക്കാരിന്റെ കാറ് കൊടുക്കുകയാണ്. അതിന് കാരണം പറയുന്നത് എന്താ? MLA-മാർക്ക് വാഹനമില്ലാത്തതുകൊണ്ട് പലയിടത്തും എത്താൻ കഴിയുന്നില്ല. അത് ജനക്ഷേമത്തിന് തടസ്സമാണ്. അപ്പോൾ സർക്കാർ ചെലവിൽ കാറെടുത്ത് നിങ്ങൾ പൊക്കോളൂ, എല്ലാ അലവൻസും തരാം. 75,000 രൂപ പ്രതിമാസ അലവൻസ്. എന്തിനാണ്? മണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാൻ. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് പരിധി 25 ലക്ഷമാക്കിയിട്ട് ഉയർത്തി. അഴിമതിയെ കുറിച്ച് ചിന്തിക്കരുത് എന്നുള്ളതാണ്. അതായത് MLA-മാര് ജനങ്ങളെ സേവിച്ചോളുക, നിങ്ങൾക്ക് വേണ്ട പണം, സൗകര്യങ്ങൾ എല്ലാം സർക്കാർ തരികയാണ്. അപ്പൊ നിങ്ങൾ അഴിമതി കാണിക്കില്ല. നോക്കുക, ഇന്ത്യയിൽ ആദ്യമാണ്. ഇപ്പോ ഞാൻ കേരളത്തിലിരുന്നിട്ട് തമിഴ്നാട്ടിലെങ്ങനെ ജനിച്ചാൽ മതിയായിരുന്നു എന്ന നിലയിലേക്ക് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും വലിയൊരു ചേഞ്ചാണ്. എങ്ങനെയാ വിജയനെ കാണുന്നത്? തീർച്ചയായും തമിഴ്നാട് ശരിക്കും ആനുകൂല്യങ്ങളുടെ ഒരു നാട് തന്നെയാണ്. ജനങ്ങളോട് എപ്പോഴും ആനുകൂല്യം കൊടുക്കുക, പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്ത്. പിന്നെ റേഷൻ സംവിധാനത്തില് ഉച്ചയൂണ്, കാപ്പി, ചായ, മദ്യത്തിന്റെ കാര്യത്തിൽ പോലും അവർ വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനം ആണ് രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളോട് കാണിക്കുന്നത്. ഇപ്പോഴും ജനങ്ങളത് പ്രതീക്ഷിക്കുന്നും ഉണ്ട് എന്നുള്ളതാണ്. ഒരു പരിധി വരെ ഇപ്പോൾ ഏറെക്കുറെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം സൗജന്യ സേവനങ്ങളും സമ്മാനങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ കൊതിക്കുന്ന ഒരു ജനത കൂടിയാണ് എന്ന് പറയാം. അപ്പം നമുക്ക് കേരളത്തിലെ മാത്രം അക്സെപ്റ്റബിൾ ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ആരും അങ്ങനെ സമ്മാനം തരാറില്ലല്ലോ മലയാളികൾക്ക്. അത് നമ്മൾ വാങ്ങാൻ ശ്രമിക്കാറില്ല, അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. പക്ഷെ തമിഴ്നാടിന്റെ കൾച്ചർ അങ്ങനെ തന്നെയാണ്. ഏറ്റവും താഴെ തട്ടിലുള്ള ആൾക്കാർ അതിനു വേണ്ടിയിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ വിജയ് ഒരു സിനിമാ സ്റ്റൈലിൽ വന്നു. ആ ഒരു സ്റ്റൈലിൽ തന്നെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലുന്നത് മനഃപ്പാഠമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ചൊല്ലിയത്. അത് തന്നെ അതിൽ ഒരു ത്രില്ല് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അത് ഇങ്ങനെ കീപ്പ് ചെയ്ത് വരികയാണ്. വിജയെ ശ്രദ്ധിച്ചാൽ അറിയാം, അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ്, മാനറിസംസ് ഒക്കെ അറിയാം. പല വേദികളിലും അദ്ദേഹം വളരെ സൈലന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഫുട്ടേജുകൾ ഇപ്പം നമ്മൾ ന്യൂസിലൊക്കെ പുറത്തു വരുന്ന ഫുട്ടേജുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, ഏതോ ഒരു വലിയ വേദികളിലോ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭാ മീറ്റിലോ എന്തെങ്കിലും സമ്മേളനത്തിലൊക്കെ അദ്ദേഹം വളരെ ചിന്താകുലനായി ഒക്കെ ഇരിക്കുന്നതാണ്. വളരെ കാര്യങ്ങൾ പഠിച്ച് ഗ്രഹിച്ച് എല്ലാവരെയും കേട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഈ 2 ദിവസം മുമ്പ് വന്ന ഒരു കണക്ക്, 1,00,00,000 രൂപയുടെ നിക്ഷേപം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് വലിയ കാര്യം തന്നെയാണ്. കാരണം 100 ദിവസം കഴിഞ്ഞപ്പോഴാണ്, 100 ദിവസം കൊണ്ടാണ് ഈ ഒരു അച്ചീവ്മെന്റ്. സ്വപ്നം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, തീർച്ചയായും ഇല്ല. അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോ അതിനുവേണ്ടി വിജയ് എടുത്ത ഒരു ഇനീഷ്യേറ്റീവ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അപ്പൊ ഇത് ചോദിച്ച ഒരു കാര്യം, ഇപ്പൊ MLA-മാർക്ക് ഈ വാഹനം അനുവദിക്കുന്നു, മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോ തീർച്ചയായും ജനങ്ങളിലേക്ക് അവരുടെ സേവനം എത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. മറ്റൊന്ന്, ആ സേവനം എത്തിയില്ലെങ്കിൽ ഈ MLA-മാരോട് കൃത്യമായി കണക്ക് ചോദിക്കാനും മുഖ്യമന്ത്രിക്ക് കഴിയും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വാഹനം തന്നു അല്ലെങ്കിൽ ഇന്ധനം തന്നു, നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ എല്ലാ സൗകര്യവും ഒരുക്കി തന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല? ഓരോ MLA-മാരും അവിടെ എണ്ണപ്പെടും. അത് ചെയ്തവരാരെ, ചെയ്യാത്തവരാരെ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരാരെ, പ്രവർത്തിക്കാത്തവരാരെ ആരെ എന്ന്. ഇപ്പൊ MLA-മാരെന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുമുള്ള MLA-മാർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെയൊക്കെ കൃത്യമായി ചോദ്യം ചെയ്ത് വിലയിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി, ചലഞ്ച് കൂടിയാണ് ഈ MLA-മാർക്ക് മുന്നിലേക്ക് വിജയ് വെച്ചിരിക്കുന്നത്. അല്ല, ഇതിൽ ഞാൻ കാണുന്ന ഒരു കാര്യം, വിജയ് വരുമ്പോ തന്നെ
അവിടുത്തെ ആശുപത്രികളുടെ എണ്ണം, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്, മെഡിക്കൽ കോളേജുകളുടെ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണ്, ആരോഗ്യ മേഖലയിൽ കൂടുതൽ ഡോക്ടർമാർ വരട്ടെ, പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ പഠിക്കാൻ കഴിയുന്ന കുട്ടികൾ കൂടുതൽ ഡോക്ടർമാരായി വരട്ടെ, സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണ്, അതുപോലെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്, ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ വലിയ പരിരക്ഷ കിട്ടണം, പണം ചെലവാക്കാം. അതായത് അദ്ദേഹത്തിന്റെ മെഴ്സൽ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അതാണ് ശരിക്കും വിജയുടെ ഒരു കഥാപാത്രം വിഭാവനം ചെയ്യുന്നത്. മറ്റൊരു കഥാപാത്രം കത്തി എന്ന് പറയുന്ന സിനിമയില് കർഷകർക്ക്, കോർപ്പറേറ്റ് കമ്പനികൾ വരുമ്പോൾ കർഷകർക്ക് ഉണ്ടാകുന്ന നാശത്തെ കുറിച്ചാണ് ആ സിനിമ പ്രതിപാദിക്കുന്നത്. ഇപ്പൊ വിജയ് അവിടെ കർഷകർക്ക് വേണ്ടി ഫലപ്രദമായ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്ന തിരക്കിലാണെന്നാണ് ഏറ്റവും അവസാനം വരുന്ന വാർത്ത. അപ്പോ തന്റെ സിനിമയിലൂടെ വിജയ് പറഞ്ഞിരുന്ന രാഷ്ട്രീയം, തന്റെ സിനിമകളിലൂടെ വിജയ് മുന്നോട്ട് വെച്ചിരുന്ന രാഷ്ട്രീയം, ദളപതി എന്ന് ജനങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ സിനിമകൾ കണ്ട് ഞാൻ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നയാളാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചിട്ട് എനിക്ക് വോട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടപ്പാക്കുമെന്ന ഒരു കിടിലൻ, നമുക്ക് സമാനതകളില്ലാത്ത ഒരു ഇടപെടൽ, ഒരു ഉറപ്പ് പാലിക്കലാണ് വിജയ് നടത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം വിജയ് ആദ്യം പറഞ്ഞത് തമിഴ്നാട്ടിലെ ജനങ്ങൾ സൗജന്യം ആഗ്രഹിക്കുന്ന ആളുകളാണ്, സൗജന്യങ്ങൾ നൽകിയിട്ടുണ്ട്, ശരിയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് കളർ ടി വി നൽകും, തെരഞ്ഞെടുപ്പ് സമയത്ത് പൈസ കൊടുക്കും, അരി കൊടുക്കും, പലവ്യഞ്ജനം കൊടുക്കും. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഈ ടി വി കുറച്ചുകാലം വീട്ടിൽ ഉപയോഗിക്കും, അത് കഴിയുമ്പോൾ നമുക്ക് മറച്ചു വെക്കും. പണ്ട് ഈ തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശങ്ങൾ, ഇടുക്കി ജില്ലയിലൊക്കെ ജയലളിതയുടെ ചിത്രം വെച്ച ടി വി എല്ലാ മലയാളികളുടെ വീട്ടിലുണ്ട്. അവിടുത്തെ 500 രൂപയ്ക്ക് മറച്ചു വെക്കാണ്. അതുപോലെ തന്നെ അരി, അവിടെ സൗജന്യമായി കിട്ടുന്ന അരി ഇവിടുത്തെ പല മില്ലുകളിലേക്കും കടത്തിക്കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു ഫിജിയൊക്കെ ഉള്ള സമയത്ത്, മനോരമ ന്യൂസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് അത്തരം കുറെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറികൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മ ലാപ്ടോപ്പ് എന്ന് പറയുന്നൊരു ജയലളിതയുടെ ചിത്രം വെച്ച ലാപ്ടോപ്പ് മലയാളികൾ കൂട്ടത്തോടെ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഇവിടെ സെക്കൻഡ് സെയിൽ നടത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ഒരു ഗിമ്മിക്കായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർ അധികാരത്തിലേറിയിട്ട് എന്തു ചെയ്തു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അപ്പോൾ അവിടെ വിജയ് ഒരു 100 ദിവസമായിട്ട് നിരന്തരമായ പരിശ്രമത്തിലാണ്. ആരോഗ്യ മേഖല, കാർഷിക മേഖല, വിദ്യാഭ്യാസ രംഗം, അതായത് ഒരു മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും വിജയ് അവിടെ ഒരുക്കുകയാണ്. ഇപ്പോ 1 ലക്ഷത്തി എത്ര കോടിയായിരുന്നു പറഞ്ഞ 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം. അപ്പൊ എത്രത്തോളം തൊഴിലവസരങ്ങൾ ഉണ്ടാകും? അപ്പൊ ഞാൻ പറയുന്നത്, എനിക്കൊരു ചോദ്യമായിട്ട് ചോദിക്കാനുള്ളത്, കേരളത്തിന് ഇതൊക്കെ സാധിക്കുമോ? നമുക്ക് ചിരിക്കുന്നൊരു മുഖ്യമന്ത്രിയുണ്ട്, അതിനപ്പുറം ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത നമ്മൾ 14,200 കോടി രൂപ അധികമായി കടമെടുത്തു എന്നുള്ളതാണ്. കേരളത്തിന് ഇതൊക്കെ എന്ന് സാധിക്കും? ഇതുപോലൊരു മന്ത്രിയും ഇതുപോലൊരു മന്ത്രിസഭയും ഇതുപോലെ ജനക്ഷേമം മോട്ടോ ആക്കി വരുന്ന ഒരു മുന്നണിയും ഒക്കെ നമുക്ക് സാധ്യമാകും? ഇത് ആദ്യം പറഞ്ഞ ഒരു സബ്ജക്ട്, നമ്മളിപ്പോ തമിഴ്നാട് ജനതയെ കുറിച്ച് പറഞ്ഞു, അവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോ ആ സിനിമയിൽ അദ്ദേഹം ഒരുപക്ഷെ ഒരു വേഷം തിരഞ്ഞെടുക്കുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു കഥയായിരിക്കാം, ഒരു ലോജിക്കായിരിക്കാം സിനിമയാവുന്നത്. അദ്ദേഹത്തിന് അതിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ക്രിപ്റ്റ് ഒക്കെ ആയിരിക്കും അദ്ദേഹം കൂടുതൽ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, അഭിനയിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ മെസ്സേജ് വർഷങ്ങളായി വിജയ് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. രജനീകാന്തും ഒക്കെ ആ ഒരു ട്രാക്ക് നേരത്തെ തന്നെ പിടിച്ചിരുന്നു. പക്ഷെ രജനീകാന്ത് ഒന്നും അതിലേക്ക് എത്തിപ്പെട്ടില്ല. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയൊക്കെ രൂപീകരിച്ചോ ഇല്ലയോ എന്നുള്ള രീതിയിലൊക്കെ കമൽഹാസനും ഒരു ശ്രമം നടത്തി. അതെ, കമൽഹാസനും അത് അങ്ങനെയായിരുന്നു. പക്ഷെ വിജയ് അതിൽ ഉറച്ചു നിന്നു, ഒരു നിലമൊരുക്കി വരികയായിരുന്നു രാഷ്ട്രീയത്തിലേക്ക്. അത് ഇതിന് ആത്യന്തികമായ ഒരു ലക്ഷ്യം മുഖ്യമന്ത്രിയാകുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിലേക്ക് കള ഒരുക്കി എന്ന് തന്നെ പറയാം. അപ്പോൾ തീർച്ചയായും ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ വിജയ് ഒരു സിനിമയ്ക്ക് പ്ലാൻ ചെയ്യുമ്പോഴും അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സിനിമ ചെയ്യാനായിരിക്കുമല്ലോ ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, അവിടുത്തെ പരിതസ്ഥിതി എന്താണ് എന്ന് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ജനങ്ങൾ ഈ തിയേറ്ററിൽ ഇരുന്ന് കൈയടിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം തിയേറ്ററിൽ ഒരു കോണിലിരുന്ന് കാണുന്നുണ്ടാവും. ഏത് ഡയലോഗിനാണ് കൈയടിക്കുന്നത്? ജനങ്ങൾക്ക് പൾസ് കിട്ടിയത് എവിടെയാണ്? ജനങ്ങൾക്ക് ആ ഒരു പൾസിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തിന്റെ തുടക്കം കുറിക്കുന്നത്. പിന്നെ ഈ സമ്മാനം ആ സമയത്ത് ഇലക്ഷൻ സമയത്ത് കൊടുക്കുക, അതിന് ശേഷവും വിജയ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഓരോരോ സർവീസുകൾ, സേവനങ്ങൾ കൊണ്ടുവരുന്നു. ഇതൊക്കെ പുതുമയാണ്. കാരണം AIADMK ആയാലും DMK ആയാലും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരവരുടേതായ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് അവർ മുന്നോട്ട് വന്നിരുന്നത്. ഇപ്പൊ ജയലളിതയും എല്ലാ സേവനങ്ങളും ചെയ്യുന്നുണ്ട്. അമ്മ
കേന്ദ്രീകരിച്ച് അമ്മ എന്ന പേരിൽ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ക്യാൻറ്റീൻ ഉൾപ്പെടെ അതെ, അതെ. ഒരുപാട് DMK ആയാലും അത്തരത്തിൽ. പക്ഷെ DMKയും ഒക്കെ ആയാലും വലിയ നിക്ഷേപവും ഇൻവെസ്റ്റ്മെന്റ് അവരുടെ DMK തലത്തിൽ മക്കളും മരുമക്കളും ഒക്കെയായി വലിയ സംവിധാനം അവർ രൂപീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോ മറ്റു മേഖലകളിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, പണം ഉണ്ടാക്കാൻ നോക്കിയിരുന്നു. ഒപ്പം സംസ്ഥാനത്തിന്റെ ഭരണവും എന്നാൽ അഴിമതി കഥകളും ഒക്കെ. ഇപ്പൊ DMK അധികാരത്തിലെത്താൻ AIDMKയുടെ അഴിമതി പറഞ്ഞായിരുന്നു DMK കൂട്ടുപിടിച്ചിരുന്നത്. തിരിച്ചു വരുമ്പം DMK അഴിമതി പറഞ്ഞാണ് AIDMK അഴിമതി. പക്ഷെ ഇവിടെ വിജയുടെ കാര്യത്തില് ഇതുവരെ 100 ദിവസമായി. ഇപ്പം ഇതേ സമയത്താണ് VD സതീശൻ സർക്കാർ ഇവിടെ അധികാരത്തിൽ. VD സതീശനെതിരെ പ്രതിപക്ഷം ഉറഞ്ഞു തുള്ളുകയാണ്. ഒരുപാട് ആരോപണങ്ങൾ, അഴിമതി, അദാനി ബന്ധം, നുണ പറയുന്ന മുഖ്യമന്ത്രി, അങ്ങനെ ഈ സർക്കാരിനെ തന്നെ വല്ലാത്ത രീതിയിൽ കടന്നാക്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മന്ത്രിസഭയിൽ തന്നെ ഒരു ഏകോപനമില്ല, മന്ത്രിമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവിലിയാണ്, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പല കഥകളും. പക്ഷെ തമിഴ്നാട്ടിൽ നോക്കൂ, ഒരൊറ്റ പേര് വിജയ്. അതിനപ്പുറം അവിടെ രാഷ്ട്രീയപരമായ ഒരു ഫൈറ്റ് പോലും നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. MK സ്റ്റാലിനൊക്കെ ഒരു തരത്തിലും കാണുന്നില്ല. കാരണം എങ്ങനെ എതിർക്കാൻ കഴിയും, എങ്ങനെ എതിർക്കാൻ കഴിയും? ഇവിടെ ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം BJPയുടെ അവസ്ഥയാണ്. തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ വന്ന് പലതവണ പറഞ്ഞതാണ്, അന്ന് വിജയുടെ പാർട്ടിക്ക് വരുന്നതിന് മുമ്പ് ഈ നമ്മുടെ അവിടുത്തെ BJP നേതാവ് ഉണ്ടായിരുന്നല്ലോ, ഒരു IPS കാരൻ, അദ്ദേഹത്തെ ഒക്കെ നിർത്തി DMK ഭരണം അവസാനിച്ചാൽ ഇവിടെ BJP മുന്നണി, NDA മുന്നണി ഭരിക്കുമെന്ന് പറയുകയും തമിഴ്നാട് ഞങ്ങൾ പിടിക്കുമെന്ന് മോദി തമിഴ്നാട്ടിൽ വന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്, അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവിടെ മുരുകയാത്ര, വേൽമുരുക യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ ഗവൺമെന്റ് മുരുകനെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞ ഹിന്ദുത്വ ഏകോപനം എന്ന് പറയുന്നു. അങ്ങനെ അവിടെ ഒരു കൃത്യമായ പ്ലാൻ BJP പൊട്ടുന്നതിനെയാണ് വിജയ് വന്നത്. തകർന്ന് തരിപ്പണമായി. അവിടുത്തെ അണ്ണാമലൈ എന്ന് പറയുന്ന അവരുടെ പ്രസിഡന്റ്, പഴയ IPS കാരൻ, BJPയെ ഉപേക്ഷിച്ചു. തമിഴ്നാട്ടിലെ BJPയുടെ സ്വപ്നങ്ങൾ, BJPയുടെ അവസ്ഥ, ADMKയുമായി ചേർന്നുള്ള ഒരു ശക്തമായ പ്രതിപക്ഷ പദവി, അതെങ്കിലും എല്ലാം പോയി. അതെങ്ങനെ കാണും? അത് ഒന്നാമത് BJPക്ക് ഈ അവിടെ ഒരു ദ്രാവിഡ ഒരു രാഷ്ട്രീയത്തിന്റെ കളവാണല്ലോ. വലിയ പാടാണ് BJPക്ക് അവിടെ. ഇപ്പോ CPM ആയാലും അല്ലെങ്കിൽ കോൺഗ്രസിനായാലും ഒക്കെ അവിടെ AIDMK അല്ലെങ്കിൽ ദ്രാവിഡ കക്ഷികളോടൊക്കെ ഏറ്റുമുട്ടി നിൽക്കുക, വിജയം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ BJPയെ സംബന്ധിച്ച് ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണ്? തമിഴ്നാട്ടിൽ എത്ര അവിടുത്തെ നേതാക്കൾ തന്നെ, BJPയുടെ നേതാക്കൾ തന്നെ വന്ന് മക്കളെ എന്ന് വിളിച്ചാലും അവര് അതിന് വലിയ വില കൊടുക്കില്ല. കാരണം അവരാരാണ്? കേന്ദ്ര സർക്കാർ എന്താണ് അവരുടെ ഒരു നയം എന്താണ്? പ്രത്യേകിച്ച് ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ട അത്തരം ഒരു പ്രാദേശികവാദം തമിഴ്നാട്ടിൽ വളരെ കൂടുതലാണ്. എന്താ പറയാ, കേരള ജനതയ്ക്ക് പോലും അത്രയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം തമിഴിനോടുള്ള ആഭിമുഖ്യം, അവരിപ്പോഴും തമിഴ് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാംഗ്വേജ് എന്നുള്ളത്, അല്ലെങ്കിൽ ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ് ശരിക്കും തമിഴ്. അപ്പോ അത്തരത്തിൽ ആ ആഭിമുഖ്യം അവരുടെ ഒരു ദ്രാവിഡ സംസ്കാരത്തോടും തമിഴിനോടും ഒക്കെ പൈതൃകത്തോടും ഒക്കെ കടുത്ത ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. അപ്പോഴാണ് ഹിന്ദിയിൽ നിന്ന് അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന്, മുംബൈയിൽ നിന്നൊക്കെ വന്ന് നേതാക്കള് അവിടെ വന്നാലും അവർക്കത് വിലപ്പോവില്ല. അവിടെ ആ ഒരു സംസ്കാരത്തിന് ചേരുന്നവർ തന്നെ അവിടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഇത് നിലനിൽക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. വിജയ് ആണെങ്കിലേ അദ്ദേഹം സിനിമയിലൂടെ BJPയെ വലിയ തോതിൽ വിമർശിച്ചിട്ടുള്ള ഒരു നേതാവാണ്. ED കയറിയിട്ടുള്ളതാണ്. അതിനുശേഷം വിജയ് ഒരൊറ്റ സെൽഫിയിലൂടെ ജനങ്ങളെ ബാക്കിൽ നിർത്തിയിട്ട് BJPക്ക് പണ്ട് ഒരു വലിയ മറുപടി കൊടുത്തതാണ്. അപ്പൊ BJPയുമായിട്ട് കേന്ദ്ര സർക്കാരുമായി നിരന്തര പോരാട്ടങ്ങളിൽ, കലഹങ്ങളിൽ ഏർപ്പെടുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു അഭിനേതാവായിരുന്നു വിജയ്. അപ്പൊ വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയതിനു ശേഷം BJPക്ക് ഇനി ഒരിക്കലും തമിഴ്നാട്ടിൽ ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ വരുമെന്നാണോ? BJPക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു 100 ദിവസം കൊണ്ട് വിജയുടെ ഒരു അച്ചീവ്മെന്റ് ഇങ്ങനെ അത് തുടർന്ന് പോവുകയാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചത് ഒരു ദിവസം 20 മണിക്കൂറൊക്കെ വിജയ് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഓഫീസിലും വീട്ടിലുമായി ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യാണ്. 20 മണിക്കൂറോളം ഒരു ദിവസം വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ ബാക്കി എത്ര സമയം കിട്ടും, അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് എത്ര സമയം കിട്ടും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോ അത്ര കഠിനാധ്വാനം ചെയ്യുന്നതാണ്. അപ്പൊ വെറുതെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്റ്റൈല് കാണിക്കാൻ ഒരു മുഖ്യമന്ത്രി ആയതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ നടത്തത്തിലും ഇരുത്തത്തിലും അദ്ദേഹം ഒരു സ്റ്റാറാണ്. ആ മുഖം എല്ലാവർക്കും പരിചിതമാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ ഒരു ചലനം പോലും എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ അതൊക്കെ സ്വാഭാവികമായി എല്ലാവർക്കും ഉള്ളതാണ്. ഒരു സ്റ്റാർഡം ഒന്നും പക്ഷേ വിജയ്ക്ക്
ഇപ്പം എന്താ പറയാ, ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു മനുഷ്യൻ, ഒരു വ്യക്തിത്വം, ഒരു മുഖ്യമന്ത്രി CM എങ്ങനെയാണ് എന്നതിലേക്ക് ഒരു രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും വിജയ്. അതിലേക്ക് ആ ഒരു പകർന്നാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ BJP സംബന്ധിച്ചപ്പോൾ ഈ 100 ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ വിജയ് എന്തായാലും അടങ്ങിയിരിക്കില്ല. അത്തരത്തിൽ ഇപ്പൊ MLA-മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. റിസൾട്ട് വന്നു തുടങ്ങുമ്പോൾ ആ ഒരു ആവേശത്തിൽ കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ തമിഴ്നാട് ജനത ഒരിക്കലും വിജയെ കൈവിടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ BJP-യുടെ കാര്യം മാത്രമല്ല, DMK-ക്കും AIADMK-ക്കും ഒക്കെ അവിടെ ഇനി ക്ലച്ച് പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയ ചോദ്യമായി നിൽക്കുന്നു. CPM-ന്റെ കോൺഗ്രസിന്റെ കാര്യം പറയുകയും വേണ്ട. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയ് ഏറെ തന്നെയായിരിക്കും അവിടെ സംഭവിക്കുക. പിന്നെ നേരത്തെ യദു പറഞ്ഞതുപോലെ ഇപ്പൊ 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം വന്നു എന്നുള്ളതാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. വിജയ് എടുത്ത ഒരു ഇനിഷ്യേറ്റീവ് വലിയ ഇനിഷ്യേറ്റീവാണ് എടുത്തത്. ഇപ്പോ അതിനു വേണ്ടിയിട്ട് വലിയ ഇപ്പൊ കേരളമാണെങ്കിലും കർണാടക ആണെങ്കിലും കൂടുതൽ IT പോലുള്ള സർവീസ് സെക്ടറുകളെയാണ് ആശ്രയിക്കുന്നത് കൂടുതൽ. ഇപ്പൊ നമ്മൾ IT വ്യവസായം വളരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ തമിഴ്നാടിന് എപ്പോഴും ഒരു നിർമ്മാണ മേഖലയോടാണ് താല്പര്യം. പ്രൊഡക്ഷൻ ഉൽപ്പന്നങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആ നാടിനുണ്ട്. ഒന്നാമത് വളരെ വിശാലമായ തുറസായ സ്ഥലങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ലാൻഡ് കൂടുതലാണ്. വലിയൊരു സ്റ്റേറ്റ് ആണല്ലോ. തുറസായ പ്രദേശങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അവര് നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ, ഇൻഫ്രാസ്ട്രക്ചർ ആകർഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ തന്നെ കേരളത്തിൽ നിന്നുള്ള പല സ്ഥാപനങ്ങൾ ഇപ്പം ഇവിടെ ബിസിനസ് നടത്തുന്നവർ അവിടെ പോയി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഒരു ഹെഡ് ഓഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേരളത്തിൽ. അവരുടെ പ്രൊഡക്ഷൻ മുഴുവൻ നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പം ഫാക്ടറികൾക്ക് അനുകൂലമായ ഒരു എക്കോ സിസ്റ്റം അവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി, വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നു, ഒപ്പം അവരുടെ സപ്ലൈ ചെയിനുകൾ കൃത്യമാക്കുന്നു. അപ്പോ അത്തരത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയും. ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ ഒരു മോഹൻലാലിന്റെ സിനിമയിൽ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഓഫീസുകൾ കയറി ഇറങ്ങി നടന്ന അവസാനം ഭ്രാന്താവുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോ അതൊന്നും ഇല്ലാതെ ഒരാൾക്ക്, ഒരു സംരംഭകന് ഒരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അതിനെ സഹായിക്കാനും ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പോ അതിനാണ് തമിഴ്നാട് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. നമ്മളെ കേരളമൊക്കെ കർണാടകയൊക്കെ കൂടുതൽ IT മേഖലയിലേക്ക് കൂടുതൽ തരുമ്പോൾ അവരുടെ ജോഗ്രഫിക്കൽ കണ്ടീഷനും മറ്റും ശേഷി ഉപയോഗിച്ച് അവർ പ്രൊഡക്ഷൻ ഉൽപാദനം തന്നെ നടത്തുന്ന ഒരു സാഹചര്യമാണ്. അതിനുള്ള എല്ലാ എക്കോസിസ്റ്റം സാഹചര്യങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കമ്പനികൾ, ടൈറ്റാൻ ഉൾപ്പെടെ സെയിന്റ് ഗോബൈൻ അടക്കമുള്ള കമ്പനികളാണ് ഇപ്പോൾ ഒരു വെട്രി ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവ് സംഘടിപ്പിച്ചു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അതിൽ ആണ് കൂടുതൽ നിക്ഷേപം തമിഴ്നാട്ടിലേക്ക് എത്തിയത്. അപ്പോൾ നേരത്തെ തന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. പക്ഷെ വലിയ കമ്പനികളെ ആകർഷിച്ച് ഇത്രയും ലക്ഷം കോടിയുടെ ഒരു സംരംഭം തുടങ്ങാനുള്ള പദ്ധതികളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു MOU ഒക്കെ സൈൻ ചെയ്തു. അതുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല. അവിടെ കൂടുതൽ ഇനി അവർക്ക് വേണ്ട, കമ്പനികൾക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്ത ഫാക്ടറി തുടങ്ങി ഉൽപാദനം നടക്കണം. അപ്പോഴേ അത് യാഥാർത്ഥ്യമാവുള്ളൂ. ഒരു നിക്ഷേപം വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് രേഖകളിൽ അത് അത്രയും കൊണ്ടുവരാൻ കഴിഞ്ഞു. കേരളത്തെ സംബന്ധിച്ചപ്പോൾ പിണറായി മന്ത്രിസഭയുടെ കാലത്തും ഒക്കെ ഇൻവെസ്റ്റ് കേരള ഒക്കെ നടത്തിയിരുന്നു. അതിലും ഇത്തരത്തിൽ നിക്ഷേപങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ അതൊന്നും ഒരു പൂർണ്ണതയ്ക്ക് എത്തിയില്ല എന്നുള്ളതാണ്. അത് രേഖകളിൽ, പേപ്പറുകളിലായി പലതും എന്നുള്ളതാണ്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പൂർവ്വം അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അപ്പോ ഒന്ന് കേരളത്തിന്റെ സാഹചര്യം കൊണ്ട് തന്നെയാണ് ഒരു സംരംഭം തുടങ്ങാനുള്ള സാഹചര്യം. അതിനാണ് നമ്മൾ ബിസിനസ്സുകാരൊക്കെ പറയുന്നത്. നമ്മളോട് ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ അവർ പറയും കേരളത്തിൽ ബിസിനസിന് അനുകൂലമായ സാഹചര്യമാണ് എന്ന് പറയും. അതിനുശേഷം ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളോട് പേഴ്സണൽ ടോക്കിൽ പറയും വലിയ ബുദ്ധിമുട്ടാണ്, ഒരു കാര്യങ്ങൾ കയറി ഇറങ്ങി മടുക്കും എന്നുള്ള നമ്മുടെ ഒരു റിയാലിറ്റിയാണ്. അപ്പൊ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ശരിക്കും വിജയ് ഇങ്ങനെ പോയാൽ ഇനി തമിഴ്നാടിന് വേറെ മുഖ്യമന്ത്രിയെ തേടണ്ട ഇനിയുള്ള വർഷങ്ങളിൽ എന്ന് വേണം കരുതാൻ, അല്ലെ? തീർച്ചയായും. അദ്ദേഹത്തിന്റെ സ്റ്റാർഡം ഈ ഒരു വെള്ളിത്തിരയിൽ മാത്രമല്ല, ഒരു 70mm അല്ലെങ്കിൽ ആ സ്ക്രീനിൽ മാത്രമല്ലായിരുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ടുകൾ വന്നു. ഇപ്പം രാഷ്ട്രീയമായി ഇപ്പൊ 3 പേര് കർണാടകയില് തമിഴമ്പര് വെടിയേറ്റ് മരിച്ചിരുന്നു, അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡിനെ മറ്റും. അപ്പോ കർണാടക ഗവൺമെന്റുമായിട്ട് ആ കാര്യത്തിലൊരു സംവാദവും ആശയവിനിമയവും ഒക്കെ നടത്തി DK ശിവകുമാറും ഒക്കെ ആയിട്ട് ഇടപെട്ട് സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ എല്ലാ തരത്തിലും തമിഴ് ജനതയെ, ഓരോ വ്യക്തിയെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എന്താണ് അവനെ സംരക്ഷിക്കാനുള്ള, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കാൻ തമിഴ് ജനതയ്ക്ക്
ഒരാളായി, ഒരു മുഖ്യമന്ത്രിയായി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.